ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഹിമ ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ നിൽക്കുമ്പോൾ മധുസൂദനൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മഹിമേ നിൻ്റെ കപ്പിൽ മുങ്ങിപ്പോയോ എന്ന് ചോദിക്കുമ്പോൾ മഹിമ പറയുന്നുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ വെറുതെ ആയല്ലോ, വർഷ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയി എന്ന് പറയുമ്പോൾ മധുസൂദനൻ പറയും, നിനക്ക് അവളുടെ സ്വഭാവം അറിയാലോ, ചെറുപ്പം തൊട്ടേ അവൾ എന്ത് വേണം എന്ന് പറയുന്നോ അത് പിന്നെ വേണ്ട എന്ന് പറയും, എന്ത് വേണ്ട എന്ന് പറയണോ അത് പിന്നെ വേണമെന്ന് പറയും, അവളുടെ സ്വഭാവം ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, എന്നാലും നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ എത്ര പെട്ടെന്നാണ് ഇല്ലാതായി, നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ വെറുതെ ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മധുസൂദനൻ പറയും, നിനക്കെന്ത് കുഴപ്പം, എനിക്കാണ് നഷ്ടങ്ങൾ, ഞാനല്ലേ തല്ലൊക്കെ കൊണ്ടത്. അതല്ല ചേട്ടാ, എന്തായാലും അവർ വീട്ടിൽ വന്ന് നിൽക്കുമെന്ന് ഓർത്തു, പക്ഷെ ആ സച്ചി ഇതിൻ്റെ ഇടയിൽ കയറി എല്ലാം കൊളാക്കി. അവൻ ഹീറോ ആയിട്ട് വന്ന് അവളെ രക്ഷിച്ചതുകൊണ്ടല്ലേ അവൾ പോയതെന്ന് പറയുന്നുണ്ട്. മഹിമ ചോദിക്കുന്നുണ്ട്, ഇനി ശരിക്കും സച്ചിയും റോഷനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകുമോ? അപ്പം മധുസൂദനൻ പറയും, നീ പോടി, ഞാൻ അവളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ, അവർ തമ്മിൽ എന്ത് കൺഫ്യൂഷൻ, റോഷൻ ഒരു കോമാളി, അവൻ അതിൻ്റെ ഇടയിൽ വന്ന് കയറിയത് കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഇങ്ങനെ പോയത്. പോട്ടെ, നമുക്ക് വേറൊരു അവസരം കിട്ടും, ആ അവസരത്തിൽ വർഷേനും ശ്രീകാന്തിനെയും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്താം എന്നൊക്കെ പറയുവാണ് മധുസൂദനൻ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ വീടാണ്. നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി വീട്ടിലോട്ട് വരുവാണ്. ഫസ്റ്റ് ശ്രീകാന്താണ് ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ രവീന്ദ്രൻ കാണുന്നതും ഭയങ്കര സന്തോഷത്തിൽ, മോൻ വന്നോ, എടാ നീ ഒറ്റക്കാണോ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ തന്നെ വർഷയും കയറുവേ അപ്പോൾ തന്നെ രവീന്ദ്രന് ഭയങ്കര സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്നിട്ട് വിളിക്കും, ചന്ദ്രേ ഇങ്ങോട്ട് വാ, ഓടി വാ, ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഓടി വന്ന് നോക്കുമ്പോൾ വർഷയും ശ്രീകാന്തും. ചന്ദ്രക്ക് ഭയങ്കര സന്തോഷവും, ഓടിപ്പോകുക അവരുടെ തൊട്ട്. ആ മക്കള് വന്നോ, ഇത്രയും നാളെന്നാലും എന്നെ കാണാതെ എങ്ങനെയിരുന്നു, വാ പുറത്ത് തന്നെ നിൽക്കല്ലേ, കയറി വാ അകത്തോട്ടെന്ന് പറഞ്ഞ് ചന്ദ്ര വർഷയെയും ശ്രീകാന്തിനെയൊക്കെ അകത്തോട്ട് വിളിക്കുവാണ്. വർഷമോളെ, എന്നാലും ഞാൻ ഫോൺ വിളിച്ചിട്ട് എത്ര പ്രാവശ്യം വിളിച്ചു, ഇപ്പോഴാണല്ലോ വരാൻ തോന്നിയത്, എന്തായാലും കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും വന്നല്ലോ, അതാണ് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അപ്പോൾ രേവതിയൊക്കെ വരും. രേവതി വന്നിട്ട് ചോദിക്കും, വർഷേ എന്താ സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയും, ആ സുഖം ചേച്ചി, രേവതി ചേച്ചിക്ക് സുഖമല്ലേ, ആ സുഖം എന്ന് പറയുന്നുണ്ട് രേവതിയും. അപ്പോൾ ശ്രുതി മാത്രമാണ് അവിടെ റൂമിലിരുന്ന് ഭയങ്കര ടെൻഷൻ അടിക്കുന്നത്. ദൈവമേ, ഇവർ ഇത്ര പെട്ടെന്ന് വന്നോ, ഇവരുടെ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രശ്നത്തിൽ അമ്മ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും, അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ എന്നുള്ള ടെൻഷനിലാണ്. ശ്രുതി വിചാരിച്ചിരുന്നത് വർഷയും ശ്രീകാന്തൊന്നും ഉടനെ ഒന്നും വീട്ടിലോട്ട് തിരിച്ചു വരില്ലെന്നായിരുന്നു. അപ്പോൾ സച്ചി വന്നിട്ട് പറയും, എടാ എത്ര നാളായിടാ നിന്നെ ഞാൻ ഹോട്ടലിൽ വന്ന് ഇങ്ങോട്ട് വരാൻ തിരിച്ചു വിളിച്ചിട്ട്, എന്നിട്ട് ഇപ്പോഴാണ് നീ വരുന്നതെന്നൊക്കെ ശ്രീകാന്തിനോട് ചോദിക്കുവാണ് സച്ചി. അപ്പോൾ സുധിയും ചോദിക്കുന്നുണ്ട്, എടാ നീ എന്തിനാ അവിടുത്തെ മുറിയിലൊക്കെ കഴിഞ്ഞത്, നിനക്ക് ഇങ്ങോട്ടേക്ക് വന്നൂടായിരുന്നു. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷമില്ലാതെ ഞാൻ വരില്ല ചേട്ടാ. അപ്പോൾ ചന്ദ്ര പറയും, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, എന്തായാലും എൻ്റെ മക്കൾ ഇങ്ങോട്ടേക്ക് വന്നല്ലോ, അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു നിങ്ങൾക്ക് എന്നെ കാണാതെ അധികം നാളൊന്നും നിൽക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ വരുമെന്ന് ആൻറ്റിക്ക് നേരത്തെ അറിയാമായിരുന്നോ? പിന്നല്ലാതെ സ്വന്തം അമ്മയെ പിരിഞ്ഞ് ഒരു മക്കൾക്കോ അധികം നാളൊന്നും ഇരിക്കാൻ പറ്റത്തില്ല, ഏതായാലും വർഷക്കും എന്നോട് സ്നേഹമുണ്ടല്ലോ, അതുകൊണ്ടല്ലേ എന്നെ കാണാൻ വേണ്ടി ഓടി വന്നത് ഇങ്ങോട്ടേക്ക് ഇത്രയും പെട്ടെന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ്. ഏതായാലും കുടുംബം മൊത്തം നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഞാൻ വർഷയ്ക്ക് ഇത്ര പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ സച്ച് ചോദിക്കുന്നുണ്ട്, എന്താ പാർലഘട്ടത്തേക്ക് ഇവർ വന്നത് ഇഷ്ടമായില്ലേ? എനിക്കും ഇവർ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്നാലും ഞാൻ വിളിച്ചിട്ട് എൻ്റെ മക്കൾ വന്നില്ലല്ലോ, അതോർക്കുമ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടെന്ന് പറയുമ്പോൾ വർഷ പറയും, കഴിഞ്ഞത് കഴിഞ്ഞ അങ്കിളെ, ഇനി അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, നമുക്കിനി ഫ്രഷ് ആയിട്ടൊരു ജീവിതം തുടങ്ങാൻ പോവാണ് ഞങ്ങൾ, പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള പുതിയ ജീവിതമാണ്, ശരിയാര് തെറ്റാരെന്നൊക്കെ അന്വേഷിച്ച് നടന്ന ഈ പ്രശ്നം അങ്ങനെ നീണ്ടുപോകും, അപ്പോൾ നമുക്ക് ആ പ്രശ്നത്തിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാം, നമുക്ക് പുതിയതായിട്ടൊരു പുതിയ ലൈഫ് തുടങ്ങാൻ പോവാണ്, അപ്പോൾ നമുക്കൊന്ന് ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ട് വർഷ കൈ പിടിച്ചിരുന്ന ഒരു സഞ്ചി ഉണ്ടായിരുന്നു, ആ സഞ്ചി ശ്രീകാന്തിനെ ഏൽപ്പിക്കുവാണ്. അപ്പോൾ സുധിയൊക്കെ ചോദിക്കും, എന്താടാ ഇത് വർഷയുടെ പ്ലാനാ, കേക്കാണെന്ന് പറയുമ്പോഴേക്കും, കേക്കോ, ഇന്ന് ആരുടെ ബർത്ത്ഡേ ഒന്നും അല്ല, ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ആഘോഷങ്ങൾ വരുമ്പോൾ അത് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം, എന്നാലേ അതൊരു ഹാപ്പി മൊമെൻറ്റ് നമ്മുടെ മെമ്മറിയിൽ അതൊക്കെ നിൽക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും, ഇപ്പോൾ എന്താ ആഘോഷം, ഞങ്ങൾ തിരിച്ചു വന്നില്ലേ, അത് നമുക്ക് ആഘോഷിക്കണ്ടേ, അതിനാണ് ഞാൻ ഈ കേക്ക്, നമുക്ക് കേക്ക് കട്ട് ചെയ്ത് ഈ നിമിഷം നമുക്ക് ആഘോഷിക്കാം എന്ന് വർഷ പറയുവാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ച് നിൽക്കുവാണേ.
അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അല്ല വർഷേ, നീ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഈസി ആയിട്ട് എടുക്കുന്നതിൽ സന്തോഷമുണ്ട്. എന്നാലും ഈ വീട്ടിലുള്ള ഒരാൾ കാരണം വർഷയ്ക്ക് ഇത്രയും വലിയ അപമാനം ഉണ്ടായിട്ടും അത് ഇത്ര ഈസി ആയിട്ട് എടുക്കണം എന്ന് ഓർക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എങ്ങനെ തീയിട്ട് കൊടുക്കുന്നു എന്ന് നോക്കി ഈ പാലറേട്ടെത്തി. അപ്പോൾ വർഷ പറയും, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ആലോചിച്ച് വെറുതെ എന്തിനാ നമ്മൾ മനസ്സ് വിഷമിപ്പിക്കുന്നത്? പാസ്റ്റ് ഈസ് പാസ്റ്റ്, നമുക്ക് ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കാം അല്ല അങ്കിളെ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, ആ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ സംഭവങ്ങളൊക്കെ ഒരു ബുക്ക് പോലെയാണ് നമ്മുടെ ജീവിതം. ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും വായിക്കാം, അല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ അവിടുന്ന് കീറിക്കളയണം. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് മനസ്സ് മാറി തിരിച്ചു വന്നല്ലോ, അത് തന്നെ ഭയങ്കര സന്തോഷം. നമുക്കിനി പഴയതൊക്കെ മറന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി കേക്ക് മുറിക്കാൻ വേണ്ടി പോകുവാണേ. അപ്പോൾ സച്ചി ചോദിക്കും, ആ കേക്ക് മുറിക്കുമ്പോൾ ബർത്ത്ഡേക്കൊക്കെ പാടുന്ന പോലെ എന്തെങ്കിലും കുടുംബപ്പാട്ടുണ്ടോ? പാടാനാന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അത് നിങ്ങൾ സച്ചിയേട്ടൻ അങ്ങോട്ടേക്ക് മാറി നിന്ന് പാടിക്കോ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പാടിക്കോ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അപ്പം നല്ല ചിരിയൊക്കെ ചിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് കേക്ക് മുറിക്കുവാണ്. കേക്കൊക്കെ മുറിച്ച് വർഷയും ശ്രീകാന്തും പരസ്പരം കേക്ക് വായിലിട്ട് കൊടുക്കും. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ വർഷേ, സാധാരണ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ എങ്ങനെ മിണ്ടും എന്നോർത്ത് എല്ലാവർക്കും ടെൻഷനായിരിക്കും. പക്ഷേ മോൾ എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം ഇത്ര ഈസി ആയിട്ട് നല്ല ആഘോഷമാക്കി മാറ്റി. വളരെ സന്തോഷം എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, ആർക്കും ഒരു കുറ്റബോധം വേണ്ട, എല്ലാവരും വാ, നമുക്കിത് നന്നായിട്ട് തന്നെ ആഘോഷിക്കണം ഇന്നത്തെ ദിവസം. വാ ശ്രുതി ചേച്ചി, ഇത് ശ്രുതിച്ചേട്ടൻ്റെ വായിലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് കേക്ക് കൊടുക്കുവാണ്. അപ്പോൾ ശ്രുതിക്കും വായിലിട്ട് കൊടുക്കും, ശ്രുതിക്കും വായിലിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് രേവതിക്ക് കൊടുക്കും, രേവതി സച്ചിക്ക് വായിലിട്ട് കൊടുക്കും, സച്ചി രേവതിക്കും വായിലിട്ട് കൊടുക്കും. വളരെ ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇവർ വീട്ടിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം നടക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് കേക്ക് മുറിച്ച് ഇങ്ങനെ ആഘോഷിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് സച്ചി പറയുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, കഴിഞ്ഞത് കഴിഞ്ഞു, നമുക്കിനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഒരു ഉപയോഗവും ഇല്ല, നമുക്കതൊക്കെ മറക്കാം. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, വളരെ നല്ല കാര്യം മോളെ, നീ ഈ സിറ്റുവേഷൻ വളരെ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, അച്ഛാ സോറി അച്ഛാ ഇത്ര നാൾ വീട്ടിൽ വരാത്തതിനെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, പോടാ, ഇനി വീണ്ടും അതന്നെ നീ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും വർഷ ഒരു പീസ് കേക്ക് കൊണ്ട് ചന്ദ്രക്ക് കൊടുത്തിട്ട് പറയും, ആൻറ്റി ഇത് അങ്കിളിന് കൊടുക്കുമെന്ന് പറയും. എന്നിട്ട് അങ്കിളിന് കൊടുത്തിട്ട് പറയും, ആൻറ്റിക്കും കൊടുക്കുമെന്ന് പറയും. അങ്ങനെ എല്ലാവരും പരസ്പരം കേക്കൊക്കെ കൊടുത്ത് വളരെ നന്നായിട്ട് സന്തോഷത്തിൽ തന്നെ നിൽക്കുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, എന്തായാലും നിങ്ങൾ തിരിച്ചു വന്നല്ലോ, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, ഞാൻ പ്രാർത്ഥിച്ചതൊന്നും വെറുതെ ആയില്ല എന്ന് പറയുമ്പോൾ വർഷ പറയും, ചിലവർ എൻ്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ അടുത്ത് കുറേ സംസാരിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി, അവർക്കൊക്കെ ഞാനിപ്പോൾ നന്ദി പറയുക എന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതി ഇങ്ങനെ നോക്കുവേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഏതായാലും ഇന്ന് നല്ലൊരു ദിവസമല്ലേ, ഇന്ന് എല്ലാവർക്കും ഞാൻ എൻ്റെ കൈകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് വെച്ചാൽ പറ, ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, അതൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ നല്ലൊരു ഹോട്ടൽ നോക്കി ബുക്ക് ചെയ്യാം, ഭക്ഷണമൊക്കെ ബുക്ക് ചെയ്യാൻ, രേവതി ചേച്ചി ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും, എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ഹോട്ടലിൽ ബുക്ക് ചെയ്യുമായിരുന്നില്ല. അപ്പോൾ വർഷ പറയുന്നുണ്ട്, നല്ല ഹോട്ടലിൽ ബുക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു, നിൻ്റെ ഹോട്ടൽ വേണ്ട എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്തൊക്കെ ചിരിക്കുവേ, വന്നപ്പോൾ തന്നെ തുടങ്ങിയോ വീണ്ടും പ്രശ്നങ്ങൾ, ഇന്നത്തെ ദിവസം ഫ്രീ ആക്കി വിടുമെന്ന് പറഞ്ഞ് എല്ലാവരും ആ നിമിഷം തള്ളി വിടുവാണേ. നല്ല ഹാപ്പി മൊമെൻറ്റ്സ് ആണ് ഇപ്പോൾ നാളെ ചന്ദ്രോദയത്തിൽ നടക്കാൻ പോകുന്നത്. എന്നിട്ട് രേവതി പറയും, ഈ കേക്ക് വർഷ പറയുന്നുണ്ട്, ഈ കേക്കൊക്കെ പീസാക്കി കട്ടാക്കി വെച്ചാൽ ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ പറ്റിയെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. എന്നിട്ട് അവർ കേക്കും കൊണ്ട് എല്ലാവരും കൂടി പീസൊക്കെ കട്ട് ചെയ്യുവാണ്. അപ്പോൾ ചന്ദ്ര രവീന്ദ്രനോട് പറയുന്നുണ്ട്, ഈ പെണ്ണ് എന്തൊക്കെയാണ് കാണിക്കുന്നത്, എനിക്ക് അവളെ ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഒരു ദിവസം എത്ര ഈസി ആയിട്ടാണ് ഈ പെണ്ണ് സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്തതെന്നൊക്കെ പറയുമ്പോഴേക്കും അതും കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ അങ്ങനെയാണ്, സന്തോഷം വന്നാലും സങ്കടം വന്നാലും എല്ലാത്തിലും കേക്ക് മുറിച്ച് അവരങ്ങ് ആഘോഷിക്കും. നീ കാരണം അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല, ഇനി നീ ആയിട്ടൊന്നും ഉണ്ടാക്കല്ലേ, നീ എല്ലാ മരുമക്കളെയും ഒരുപോലെ കണ്ടാൽ തന്നെ ഈ വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ചന്ദ്ര, അത് നീ ഓർത്തോ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ പോകുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തും സുധിയും കൂടി ടെറസിൻ്റെ മുകളിലിരുന്ന് സംസാരിക്കുവാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, എടാ നീ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നിൻ്റെ അമ്മായിയമ്മേനോട് ദേഷ്യമൊന്നും കാണിക്കരുത്, പണക്കാരാ അവരെ കൊണ്ട് നിനക്ക് ഉപയോഗമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അതിന് എന്നോട് പ്രശ്നമൊന്നുമില്ല, എന്നോടൊരു ദേഷ്യമില്ല, എന്നോട് മര്യാദക്കാണ് സംസാരിക്കുന്നത്, പക്ഷേ ആ പ്രശ്നം അതാണ് ഇങ്ങനെയൊക്കെ ആയതെന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, എൻ്റെ അമ്മായച്ചൻ എപ്പോൾ വന്ന് എനിക്കുള്ള ഷെയറൊക്കെ തരുമെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല
അങ്ങേർക്ക് എന്ത് പറ്റി, അങ്ങേര് വല്ല ജയിലെന്തോ ഇട്ടിരിക്കുവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ആ എന്തു പറയാനാ, അത് അങ്ങനെയൊക്കെ കുറേ സംഭവം എന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുവാണ്. ശ്രുതി പറയും ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് സന്തോഷമായില്ലെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും എന്ത് സന്തോഷമാണ്, ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുവാണ്, ഇനി അടുത്തത് എന്ത് പ്രശ്നമെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ എന്ന് പറയുന്നുണ്ട്. പണ്ട് കല്യാണത്തിന് മുമ്പ് എന്ന് വെച്ചാൽ ഞാൻ ഫ്രീ ആയിട്ട് നടക്കുമായിരുന്നു, ഇത്രയും ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓരോ പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ മാറി മാറി വരുവാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആ പ്രശ്നങ്ങൾ വന്നതല്ലല്ലോ, സച്ചി ഉണ്ടാക്കിയതല്ലേ പ്രശ്നങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയും സച്ചിയേട്ടൻ ചെയ്തതും തെറ്റാ, വർഷയുടെ അച്ഛൻ പറഞ്ഞതും തെറ്റാ, രണ്ടും തെറ്റ് തന്നെയാണ്, ഏതായാലും അതിവിടെ തീർന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചിയും കയറി വരുവേ. സച്ചി വന്നിട്ട് പറയും എന്നാലും ശ്രീകാന്തേ, ഞാൻ ഹോട്ടലിൽ വന്ന് അത്രയും വിളിച്ചിട്ടും നീ എൻ്റെ കൂടെ വന്നില്ലല്ലോ, ഭാര്യ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നിരിക്കുന്നു, ഭാര്യക്കാണല്ലേ നിനക്ക് വില എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് രേവതി ചേച്ചി പറഞ്ഞത് കേട്ട് സച്ചിയേട്ടൻ അന്ന് കുറേ നേരം മിണ്ടാണ്ടിരുന്നു, അതുപോലെ തന്നെ ഇരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു, വായ എപ്പോൾ തുറന്നോ അപ്പോഴാണ് വീണ്ടും ആ പ്രശ്നം തുടങ്ങിയെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് നിന്റെ അമ്മായിയപ്പൻ ആ പ്രശ്നങ്ങൾ വീണ്ടും പഴയ കാര്യങ്ങൾ വീണ്ടും പറയാൻ തുടങ്ങുമ്പോഴേക്കും ശ്രുതി പറയും ദേ ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പം അവസാനിപ്പിച്ചതാ, ഇനി വീണ്ടും അത് കുത്തിപ്പൊക്കി അടുത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു സംഭാഷണമാണ് ടെറസിൻ്റെ മുകളിൽ നടക്കുന്നത്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. കൂടുതൽ ചെമ്പനിർപ്പുവിൻ്റെ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.